ഹിമ ചട്ടലംഘന കേസിൽ ഗോകുലം ചിറ്റ്സ് ഫിനാൻസിലെ വിദേശ നിക്ഷേപകരിലേക്കും അന്വേഷണം. വൻ തുകകൾ വിദേശത്തിരുന്ന് ഗോകുലത്തിൽ നിക്ഷേപിച്ച പ്രവാസി വ്യവസായികളിലേക്കാണ് അന്വേഷണം നീളുന്നത്. ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലിന് വീണ്ടും ED സമൻസ് നൽകും. ജിജീഷ് കരുണാകരൻ തുടരുന്നുണ്ട്. ജിജീഷ്, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും കൂടി. കഴിഞ്ഞ ദിവസം ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ വ്യാപകമായ റെയ്ഡുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു. ആ റെയ്ഡിനെ തുടർന്ന് കൂടുതൽ വിശദാംശങ്ങൾ തേടിയാണ് ഗോകുലം ഗോപാലിനെ ഒരിക്കൽ കൂടി സമൻസ് നൽകി വിളിച്ചു വരുത്താനുള്ള ഒരു നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുന്നത്. നേരത്തെ എടുത്ത 2022 ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. മറ്റൊരു പ്രവാസി വ്യവസായിയുമായി ബന്ധപ്പെട്ട ഫെമ കേസിന്റെ അന്വേഷണത്തിനിടയിലാണ് അവിടെ നിന്ന് വിദേശത്ത് നിന്ന് ഗോകുലത്തിൻ്റെ ചിറ്റ്സ് ആൻഡ് ഫിനാൻസിലേക്ക് വലിയ തോതിൽ പണം എത്തുന്നുണ്ട്, ഫണ്ട് എത്തുന്നുണ്ട്, നിക്ഷേപങ്ങൾ എത്തുന്നുണ്ട്. അത് പൂർണ്ണമായും തന്നെ ഫെമ നിയമങ്ങൾ, വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചാണ് ഈ സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ നടന്നത് എന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പ്രത്യേകിച്ച് 1.5 കോടിയോളം രൂപ പിടിച്ചെടുത്തിരുന്നു. 1.5 കോടി രൂപ പിടിച്ചെടുത്തു എന്നത് മാത്രമല്ല, വലിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് അന്വേഷണത്തിൽ മനസ്സിലായിരുന്നു. 592 കോടി രൂപയുടെ വിദേശ ഫണ്ട് സ്വീകരിച്ചതായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല അതിൽ 372 കോടി രൂപ പണമായിട്ടാണ് കൈമാറിയത് എന്ന് വ്യക്തമാകുന്നു. 221 കോടി രൂപ ചെക്കായിട്ടും സ്വീകരിച്ചു. ഈ പണമെല്ലാം തന്നെ വിദേശത്ത് നിന്ന് സ്വീകരിക്കുമ്പോൾ ഇത്തരത്തിൽ ചിട്ടിയുടെ ഭാഗമായി ചേരുന്നു എന്നെല്ലാം പറഞ്ഞ് പണം നൽകുന്ന ആളുകൾ ആ പണം നൽകുമ്പോൾ സ്വാഭാവികമായും ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് സ്ഥാപനങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഒപ്പം തന്നെ PMLA നിയമങ്ങൾ കർശനമായി തന്നെ പാലിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നെല്ലാം തന്നെ ചിറ്റ്സ് ആൻഡ് ഫിനാൻസിന്റെ ലൈസൻസ് നൽകുന്ന സമയത്ത് നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ PMLA നിയമങ്ങളും ഒപ്പം തന്നെ ഫെമ നിയമങ്ങളുടെ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. RBI ചട്ടങ്ങളുടെ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. RBI നിഷ്കർഷിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യത പാലിക്കാൻ ഗോകുലം ഗ്രൂപ്പിന് കഴിഞ്ഞില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഒരിക്കൽ കൂടി ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യാനുള്ള, ഈ ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയായ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ 2022 ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഒരു തവണ ഗോകുലം ഗോപാലിനെ കൊച്ചി ED ഓഫീസിൽ വിളിച്ചു വരുത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു. അത് സ്വാഭാവിക നടപടി മാത്രമാണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അന്ന് ആ ദൃശ്യങ്ങൾ പകർത്തിയ നമ്മളോടടക്കം ഗോകുലം ഗോപാലൻ വ്യക്തമാക്കിയിരുന്നത്. ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടാൻ വേണ്ടിയാണ് തന്നെ വിളിച്ചു വരുത്തിയത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം അന്വേഷണം പുരോഗമിച്ചു, കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ലഭിച്ച കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധനകളിലേക്ക് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നതും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും സുതാര്യമല്ലാത്ത ഫെമ നിയമങ്ങൾ ലംഘിച്ചുള്ള നിക്ഷേപങ്ങൾ സംബന്ധിച്ചുമെല്ലാമുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തത്.